ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹിൻ്റെ ആളാവുക. പറയാനൊക്കെ സുഖമാണ്, അവനാണ് ഗതികേട്. 100% ശരീഅത്തനുസരിച്ച് ജീവിക്കുക, അപ്പം തന്നെ അള്ളാഹിൻ്റെ ആളാവുമല്ലോ. അള്ളാഹുത്താല ഞമ്മക്ക് തന്ന അവയവങ്ങളൊക്കെ അള്ളാഹുവിൽ മാത്രം വിനിയോഗിക്കുക. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതിലേക്ക് മാത്രം നോക്കുക, കാതുകൊണ്ട് കേൾക്കാൻ പറ്റിയത് മാത്രം കേൾക്കുക, നാക്കുകൊണ്ട് പറയാൻ പറ്റിയത് മാത്രം പറയുക, കരങ്ങളെ കൊണ്ട് പിടിക്കാൻ പറ്റിയത് മാത്രം പിടിക്കുക, സ്പർശിക്കാൻ പറ്റിയത് മാത്രം സ്പർശിക്കുക, കാലുകളെ കൊണ്ടോ ഹലാലിലേക്ക് മാത്രം നടക്കുക, ഹൃദയം കൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക. മാഷാ അല്ലാഹ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറി പറയാൻ സുഖാലേ. അല്ലാഹു തആല ഇങ്ങനത്തെ നല്ല അവസ്ഥകളൊക്കെ നമുക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ലില്ലാഹി ഇബാദ, നിശ്ചയം അള്ളാഹുവിനിക്ക് കുറേ അടിമകളുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ലൗ ഹജബഹും ഫിൽ ജന്നതി അൻ റുയതിഹി, അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ വെച്ച് ഹിജാബിലായാൽ അള്ളാഹിനെ കാണില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ലസ്തഗാസൂ മിനൽ ജന്ന, സ്വർഗത്തിനെ തൊട്ടൊരു കാവലിനെ തേടും. മാഷാ അല്ലാഹ്. ഏതുപോലെ കമാ യസ്തഗീസു അഹ്ലുന്നാരി മിനന്നാർ, നരകത്തിൻ്റെ അഹ്ലുകാർ നരകത്തിനെ തൊട്ട് കാവൽ തേടും പോലെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാതെയായാൽ അള്ളാഹുവിൻ്റെ ഇബാദെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ റബ്ബേ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയും. മാഷാ അല്ലാഹ്. അത് ഉറുദുവിലൊരു ഒരു പാട്ടുണ്ടല്ലോ, അത് റസൂലുള്ളാഹി തങ്ങളെ ദിൽവാൻ തെരി ജന്നത്ത് മെ മെരാജി നഹി ലഗ്താ, അഗർ ഇസ് ജഹാ മേ ഗുംബദ് ഖസ്റാ നഹി ദേഖാ. അല്ലയോ ദിൽവാൻ അലൈഹിസ്സലാത്തു വസ്സലാമേ, തെരി ജന്നത്ത് മേം, അങ്ങോരെ സ്വർഗത്തിൽ എനിക്ക് വലിയ കാര്യമൊന്നും കിട്ടൂല, രസം കിട്ടൂല. അഗർ ഇസ് ജഹാമേ, ഈ ലോകത്ത് വെച്ച് ഗുംബദ് ഖസ്റാ നഹി ദേഖാ, ആ പച്ചക്കുപ്പ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗം വലിയ സംഭവമല്ല. മാഷാ അല്ലാഹ്. അപ്പം മരണത്തിൻ്റെ മുമ്പ് പച്ചക്കുപ്പ കാണണം. ഈ പാട്ടിലിങ്ങനെ മറ്റേ എന്താ പറഞ്ഞത്, സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കാണില്ലെങ്കിൽ സ്വർഗം വേണ്ട. എന്താ പോലൊക്കെ മഹബത്ത്. അള്ളാഹിനെ സ്നേഹിച്ച ഭയങ്കര ബഹുരസാണ്. ഓരോ സെക്കൻഡും പിന്നെ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാണ്. പിന്നെ അവിടെ ടെൻഷനല്ലോ, ഒന്നുമില്ല. എന്ത് സംഭവിച്ചാലും, എന്ത് പിന്നെ എവിടെ ഉരുൾ പൊട്ടിയാലും, ഭൂമി തകിടം മറഞ്ഞാലും അള്ളാഹിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒന്നും വിഷയമല്ല. കാരണം എന്താ, അത് മെഹബൂബായ അള്ളാഹു കാട്ടിയതല്ലേ, ഓൻ കാട്ടട്ടെ കരുതും. അങ്ങനല്ലേ നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അതിൽ ആണിനെ സ്നേഹിച്ചു, ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ അവൾ അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നമുക്ക് നോ പ്രോബ്ലം. ഇതേ കാരണം ഓള് പറഞ്ഞോട്ടെ, നമ്മളെ ഇഷ്ടക്കാരിയല്ലേ, നമ്മളെ കാമുകിയല്ലേ, നമ്മളെ ഇഷ്ടഭാജനമല്ലേ, എന്തും പറഞ്ഞോട്ടെ. ഇനി മുഖത്തടിച്ചാലും അത് സന്തോഷം. ഓ, ആ സുന്ദരമായ കൈ എൻ്റെ മുഖത്ത് തട്ടിയാലും ആ സന്തോഷത്തില്ല. അതേപോലെ നമ്മൾ സ്നേഹിക്കണം, മഹബത്ത് വെക്കണം. പക്ഷേ ആ സ്നേഹം ഹബീബിലൂടെയാണ് ആ സ്നേഹ വഴി.
പ്രവാചകരിലൂടെ അള്ളാഹുവിലേക്ക്. മുത്ത് ഹബീബിനെ പ്രേമിക്കണം. മുത്ത് ഹബീബിനെ പ്രേമിച്ചാൽ പിന്നെ അള്ളാഹുവിനെ പ്രേമിക്കാതിരിക്കില്ല. അള്ളാഹുവിനെ പ്രേമിച്ചാൽ ഹബീബിനെയും പ്രേമിക്കാതിരിക്കില്ല. മാഷാ അല്ലാഹ്, നല്ല പറ്റിയ മാസമാണ്. വിശുദ്ധമായ വസന്തമാസം അടുത്ത് വന്നെത്തും. ഹബീബിനെ പറ്റി പാടി പറഞ്ഞ് ചരിത്രങ്ങൾ വായിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമുക്ക് അണഞ്ഞു കൂട്ടി പിടിക്കണം. അഥവാ